ഈ ആഴ്ച നിങ്ങളുടെ നിലവിളി വെളിച്ചത്തിലേക്കുള്ള വാതിൽ തുറക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്നറിയുന്നതിൽ, കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും അതിനവസരം നൽകി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. തുടർന്നും നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അവസരമുണ്ടാകേണ്ടതിന്, അതെ, നമ്മൾ ഇന്ന് ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അവിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ദൈവികമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുവാൻ, അത് വെറുതെ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല സംഭവിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ കർത്താവ് അവസരം തന്ന അവസരം പ്രയോജനപ്പെടുത്തിയതുകൊണ്ട് ഞങ്ങൾക്കുറപ്പുണ്ട്. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും അനേകരുടെ ജീവിതത്തെ മാറ്റിയതുപോലെ നിങ്ങളുടെ ജീവിതത്തെ ഇന്ന് നിങ്ങൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം, നിങ്ങൾ കേൾക്കുന്ന ഈ മെസ്സേജ്, ഈ ദൈവിക ആലോചനകൾ മാറ്റും. അപ്പോൾ അങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞത്, അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്ക് കൈമാറി. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർ ആ മാറ്റം ഈ ദിവസങ്ങളിൽ അനുഭവിക്കും. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, കണ്ണുനീരിൽ നിന്ന് സന്തോഷത്തിലേക്ക്, അതേ ദുഃഖത്തിൽ നിന്ന് ആനന്ദത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, തളർന്ന നിരാശപ്പെട്ട അനുഭവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുന്ന, പുതിയ സ്വപ്നങ്ങൾ കാണുന്ന അനുഭവത്തിലേക്കൊരു മാറ്റം. റെഡിയാണോ മാറുവാൻ? വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അതെ, ഈ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക് തന്നെ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. ഒരു വശത്ത് ശാസന, മറുവശത്ത് അധികരിച്ച നിലവിളി. നോക്കൂ, ഈ വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏറെ പേർക്ക് സുപരിചിതമാണ്. അപരിചിതരായ മീൻസ് ഈ ഭാഗം കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇതര മതസ്ഥനായി ഈ മെസ്സേജ് കേട്ടുകൊണ്ടായിരിക്കുന്ന വ്യക്തിക്ക് ഈ പറയുന്ന സംഭവങ്ങൾ അപരിചിതമായിരിക്കും. ഒരിക്കൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുവാൻ നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കർത്താവിലൂടെയാണ്. ആ കർത്താവ് യെരിഹോവിൽ നിന്നുള്ള വഴിയെ നടന്നു പോകുമ്പോൾ വഴിയരികിൽ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന 2 വ്യക്തികൾ, ഭിക്ഷക്കാരാണ്. അവർ ഭിക്ഷക്കാരായി തീരുവാനുള്ള കാരണവും അവിടെ കാണുവാനായിട്ട് കഴിയും. അവർ കുരുടന്മാരാണ്. കുരുടന്മാർ ആയതുകൊണ്ട് തന്നെ ലോകപ്രകാരം അന്ന് സാധാരണ മനുഷ്യർ ചെയ്യുന്ന ജോലികൾ ചെയ്യുവാൻ അവർക്ക് അവസരമില്ല. എന്നാൽ ഇന്നത്തെ കാലം മാറിയിട്ടുണ്ട്. ഇന്ന് കാഴ്ചയില്ലാത്തവർക്കും ചെയ്യുവാൻ കഴിയുന്ന പല ജോലികളുമുണ്ട്. അങ്ങനെയുള്ളവർ പല നിലകളിൽ പ്രശസ്തരായി, പ്രഗത്ഭരായി സമൂഹത്തിൻ്റെ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നോക്കൂ, എന്നാൽ അന്ന് അങ്ങനെയുള്ള സാഹചര്യമില്ല. ഭിക്ഷ എടുക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് അവർ. ഞാൻ ആ പറഞ്ഞ പദം ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ. ഭിക്ഷ എടുക്കുവാൻ മാത്രം വിധിക്കപ്പെട്ടവർ. അവർ ഭിക്ഷ എടുക്കുന്നുണ്ട്, മറ്റൊരു മാർഗമില്ല. പക്ഷേ അവർക്ക് അതിന് മാത്രമേ അവസരമുള്ളൂ എന്ന് പറയുമ്പോൾ ആ തൊഴിൽ ചെയ്യുവാൻ മാത്രമല്ല, മറിച്ച് ഭിക്ഷ എടുക്കുവാൻ മാത്രമേ അവർക്ക് അവസരമുള്ളൂ. അത് ഉപയോഗിക്കുവാനുള്ള അവസരം ഒരുപക്ഷേ അവരെ കൊണ്ടുവന്ന് ഭിക്ഷാടന സ്ഥലത്ത് ഇരുത്തുന്ന വ്യക്തികൾക്കായിരിക്കും. ആരോ കരയുന്നുണ്ട്, പ്രിയ പാസ്റ്റർ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ആരൊക്കെയോ എന്നെ കൊണ്ട് ജീവിക്കുന്നുണ്ട്, ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട്, പലതും സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ആരോ അനുഭവിക്കുന്നുണ്ട്. ഞാൻ നേടുന്നു, അല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു, മറ്റാരൊക്കെയോ അനുഭവിക്കുന്നു. അതെ, നിൻ്റെ നന്മകൾ നീ അനുഭവിക്കേണ്ട, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് സന്തോഷമായി തീരേണ്ടത് കവരപ്പെട്ട അവസ്ഥയിൽ നീ ഈ ശബ്ദം കേൾക്കുന്നുവോ? കേൾക്ക്. ആ കവർച്ചക്കാരൻ ഇന്ന് പണി നിർത്തുവാൻ പോകുക. അതെ, നിൻ്റെ അധ്വാന ഫലം നീ അനുഭവിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് നിന്നിൽ നിന്ന് നന്മകളെ കവർന്നു കളയുന്ന ശത്രുവിനെ ഇന്ന് നിനക്ക് മുമ്പിൽ തകർക്കും. ഇനിയും നിൻ്റെ നന്മ കവരപ്പെടുവാൻ, ഇനിയും നിൻ്റെ നന്മ ആശുപത്രികളിൽ ഒഴുകിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ, നീ
നീ അധ്വാനിക്കുന്നത് ഒരു ചിട്ടി കെട്ടണം, കെട്ടിയ ചിട്ടി കിട്ടുമ്പോൾ ഇന്ന കാര്യം ചെയ്യണം, മക്കൾക്ക് വേണ്ടി ഒരു പവൻ്റെ സ്വർണം വാങ്ങണം, അല്ലെങ്കിൽ 2 കമ്മൽ വാങ്ങണം, അല്ലെങ്കിൽ ഒരു വള വാങ്ങണം. നല്ലതാണ് കേട്ടോ. അവൻ വളരെ പ്രതീക്ഷിച്ച് പ്ലാൻ ചെയ്ത് കാത്തിരിക്കും. ഡെയിലി സ്വർണ്ണ വില നിലവാരമൊക്കെ നോക്കി. അപ്പോഴാണ് കയ്യിൽ പൈസ കിട്ടും. എവിടെ നിന്ന് വന്നെന്നറിയത്തില്ല, ഒരു ദീനം അങ്ങ് വരും. ഉള്ളത് അവസാനത്തെ ചില്ലി തീരുമ്പോൾ രോഗവും തീരും. മരുന്ന് കുടിച്ചിട്ട് മാറിയില്ലെങ്കിലും പൈസ തീരുമ്പോൾ മാറും. നന്മകളെ ചിതറിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ കർത്താവ് തകർക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇനിയും നീ അധ്വാനിക്കുന്നത്, നീ നിൻ്റെ മക്കൾക്ക് വേണ്ടി പലതും ചെയ്യുവാൻ കാണുന്ന സ്വപ്നങ്ങൾ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. താങ്ക് യു ലോർഡ്. അതിലെ സഹോദര, ഓരോ തവണ ശമ്പളം കിട്ടുമ്പോഴും ചെയ്തു തീർക്കുവാൻ ഒത്തിരി പ്ലാനിങ്ങുകൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. ആമേൻ. പക്ഷേ ശമ്പളം കിട്ടുന്നതിൻ്റെ അന്ന് തന്നെ അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അതുവരെ ഇല്ലാത്ത ചിലവുകൾ വരും. ഏതൊക്കെയോ വഴികളിൽ ചിലവായി പോവുക. അതെ, നീ എന്താണോ സ്വപ്നം കാണുന്നത്, നീ ജോലി ചെയ്യുവാൻ കയറുമ്പോൾ, കഠിനമായ ജോലി ചെയ്യുമ്പോൾ നിൻ്റെ ശരീരത്തെ, നിൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുവാൻ വേണ്ടി, തളർന്നു പോകാതെ ബലപ്പെടുത്തുവാൻ വേണ്ടി നീ കാണുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ, അതിൻ്റെ പൂർത്തീകരണത്തിനായി നിൻ്റെ അധ്വാന ഫലം നീ വിനിയോഗിക്കുവാൻ പോകുക. അതെ, ആ ഭവനം പണിയുവാൻ തക്കവണ്ണം ഇനിയും ആ ഭവനം പണി അടുത്ത വർഷമാകട്ടെ. സഹോദരി കേൾക്ക്, ഇനിയും ആ വീടിൻ്റെ പണി അടുത്ത വർഷമാകട്ടെ എന്ന് നീട്ടിവെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതെ, ഈ ദിവസങ്ങളിൽ തന്നെ നിൻ്റെ ഭവനത്തിൻ്റെ പണി ആരംഭിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ഇനിയൊരു മാറ്റിവെപ്പില്ല. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്. ആമേൻ. ചിലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുവേണ്ടി കരുതി വച്ചത് കയ്യിൽ വരുന്ന സമയത്ത് തന്നെ കുറേ കാലം കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞതാ, കിട്ടുമ്പോൾ തന്നാൽ മതിയെന്ന് പറഞ്ഞതാ. അന്ന് വരും വടിവാൾ കൊടുത്തോണ്ട്. ഇപ്പം കിട്ടിയേ പറ്റത്തുള്ളൂ. വെറുതെ പൈസ മാത്രം പോരാ, പലിശയും കിട്ടണം. പലിശക്കാർ തിന്നു പോവുകയാണ്. ആമേൻ. കഷ്ടപ്പെടുന്നത് മുഴുവനും പലിശക്കാർ തിന്നു പോവുക. സ്വസ്ഥതയുമില്ല, സമാധാനമില്ല, കടം കയറി മുടിഞ്ഞ് മരണമാണ് മുൻപിൽ അല്ലെങ്കിൽ നല്ലതെന്ന് ചിന്തിച്ചായിരിക്കുന്ന സഹോദര കേൾക്ക്, അവിധത്തിൽ നീ കഷ്ടപ്പെടുന്നത്, നീ അധ്വാനിക്കുന്നത് കവരപ്പെട്ടു പോകുവാൻ, മറ്റാരിലേക്കോ എത്തപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം, നിന്റെ കഷ്ടപ്പാടിൻ്റെ ഫലം നീ അനുഭവിക്കുന്ന അനുഭവമായി ദിവസങ്ങളായി നിന്റെ മുൻപിലുള്ള ദിവസങ്ങളെ എൻ്റെ ദൈവം ചേഞ്ച് ചെയ്യുവാൻ പോകുക. താങ്ക് യു ലോർഡ്. ആമേൻ. അതൊരു ഇരുട്ടാ അല്ലേ? ഇരുട്ടാ. നല്ലതൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും കാണാൻ പറ്റുന്നില്ല. കറണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് രാത്രി നിങ്ങൾ വീട്ടിനകത്തൊന്ന് ചിന്തിച്ച് നോക്കിയേ, എല്ലാം ഉണ്ട്, പക്ഷേ ഇരുട്ടായിരിക്കുമ്പോൾ എന്ത് ചെയ്യാനാ? വെറുതെ നടന്നാൽ തട്ടി വീഴും, മുറിവ് കൂടും, ഉള്ളതൊന്നും ഉപയോഗിക്കുവാനും പറ്റത്തില്ല. ആ ഇരുട്ട് മാറുവാൻ പോകുക. റെഡിയാണോ? നിന്റെ ജീവിതത്തിലെ ആ ഇരുട്ട്, ചുറ്റുമുള്ള നല്ലത് പലതും അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തെ ഒതുക്കിക്കൂട്ടുന്ന ആ ഇരുട്ടിനെ കർത്താവ് മാറ്റുവാൻ പോകുക. സഹോദര, നല്ലൊരു ജോലിക്കാരനാണ്, നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു പൊസിഷനിലാണ്, നല്ലൊരു രാജ്യത്താണ്, പക്ഷെ അതിനൊത്തവണ്ണമുള്ള ഇല്ല പാസ്റ്റർ, ഇതൊരു വല്ലാത്ത അവസ്ഥ അല്ലേ സഹോദരി? നല്ലൊരു കുടുംബത്തിലാണ് ചെന്ന് കയറിയത്, എല്ലാവരും പറയുന്നുണ്ട്, നല്ല ഭർത്താവ്, നല്ല മക്കൾ, നല്ല കുടുംബം, എല്ലാം ശരിയാണ്. ഇല്ല പാസ്റ്റർ, അവർ പറയുന്നത് പോലെയല്ല, ആ വിധത്തിലൊരു സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല, ഞാൻ ഹാപ്പിയല്ല പ്രിയ പാസ്റ്റർ, ഞാൻ ഹാപ്പിയല്ല. അതേ പ്രിയ അമ്മേ, എല്ലാവരും പറയുന്നുണ്ട് നല്ല മക്കളാണല്ലോ, എല്ലാ കഴിവുകളുമുള്ള എല്ലാം, പക്ഷെ നീ കരയുകയാണ്. പറ്റുന്നില്ല പാസ്റ്റർ, അവർ പറയുന്നത് പോലെ എല്ലാ കാര്യം, ലോകം പറയുന്നത് പോലെ അല്ല കാര്യം. അയ്യോ, അവൻ വലിയ കടയൊക്കെ നടത്തി, ബിസിനസ്സൊക്കെ നടത്തി, വൻ സെറ്റപ്പിലാണ്, പക്ഷേ നിനക്കതറിയാം അല്ലേ? അല്ല പാസ്റ്റർ, അല്ല ശുശ്രൂഷക, അവരൊക്കെ പറയുന്നുണ്ട്, നീ പിന്നെ അങ്ങ് ഓടി നടക്കുകയല്ലേ കർത്താവിൻ്റെ വേലയുമായിട്ട്. അയ്യോ, പക്ഷേ ഇരുട്ടാ. നോക്കൂ, അവർ ഒരുപാട് യാചിക്കുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യാചിക്കുന്നുണ്ട്, കിട്ടുന്നത് ഒരു വശത്തേക്ക് പോകുന്നുണ്ട്. ഇനി അപ്പുറത്താണെങ്കിൽ മനോഹരമായ കാഴ്ചകളുടെ ശബ്ദങ്ങൾ അവർക്ക് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. ആളുകൾ കലബല സംസാരിക്കുന്ന ഈ കുരുടന്മാരെ കണ്ടിട്ടുള്ളവർക്ക്, മീൻസ് കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കണ്ടിട്ടുള്ളവർക്കറിയാം, അവർ സൈലൻ്റ് ആയിരിക്കും. ആമേൻ. വെളിച്ചമുള്ളവരുടെ പ്രത്യേകതയാണ്, കാഴ്ചയുള്ളവരുടെ പ്രത്യേകതയാണ് ശബ്ദം. ആമേൻ. കാഴ്ചയുള്ള ലോകത്ത് ഒരുപാട് ശബ്ദങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. അത് തന്നെ വീട്ടിനകത്ത് ഇങ്ങനെ ഒരു കൂവന പോലെ ഒറ്റയ്ക്കിരിക്കുക. വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, പക്ഷേ ഒറ്റയ്ക്കിരിക്കുക, ആരോടൊന്നും മിണ്ടാനുമില്ല, പറയാനുമില്ല. നിൻ്റെ ആ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ഇനിയും ഒറ്റപ്പെട്ടവളായി നീ ആ ഭവനത്തിനകത്തിരിക്കുവാൻ ഇടമക്കളെ. പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ച് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, വിവാഹങ്ങൾ നടക്കുന്നു, പിള്ളേരാകുന്നു, വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുന്നു, നല്ല ജോലിയാകുന്നു, വീട് വയ്ക്കുന്നു, പല കാര്യങ്ങളും. അയ്യോ പാസ്റ്റർ കേൾക്കണ്ട, അയ്യോ
5-6 വർഷം പിന്നിൽ തന്നെ നിൽക്കുക. ആമേൻ. പഠിച്ചിറങ്ങി അതേ നിൽപ്പ് നിൽക്കുക, പകുതി വഴിയിൽ അതേ നിൽപ്പ് നിൽക്കുക. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന ചിലതിനൊക്കെ കർത്താവിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. വെളിച്ചമുള്ള, ഒത്തിരി സംസാരമുള്ള, സന്തോഷങ്ങളുള്ള, ആഘോഷങ്ങളുള്ള ലോകത്തിലേക്ക്, വെളിച്ചമുള്ള ലോകത്തിലേക്ക് നിൻ്റെ തലമുറകളെ എൻ്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുക. ആ മുറിക്കകത്ത് പുകനിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇനിയും നിൻ്റെ തലമുറകളിൽ കുടുങ്ങി ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം മാതാവെ അനുവദിക്കത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ മുറിക്കകത്ത് അവൻ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ കലിങ്ങിൽ, ആ വാഴപ്പണയിൽ ആൾക്കാർക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത ഇടത്ത് കൂട്ടുകൂടുന്ന ആ 4 പേരുടെ ഇടയിൽ അവൻ തീർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. യേശുവിൻ നാമത്തിൽ ആ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം മാറ്റം വരുത്തുക. അപ്പോൾ അവർ ആയിരിക്കുന്ന അവരുടെ ജീവിതം ഇരുട്ട് നിറഞ്ഞതാണ്. പക്ഷെ പുറത്ത് വെളിച്ചമുള്ളൊരു ലോകം, വെളിച്ചത്തിൽ ജീവിക്കുന്ന ഒത്തിരി പേർ, അവരുടെ കലവല ശബ്ദങ്ങൾ, അവർ ഓടുന്ന ശബ്ദം, അവർ ചാടുന്ന ശബ്ദം, അവർ പലതും നേടുന്ന ശബ്ദം, അല്ലേ, അവരുടെ നേട്ടങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ശബ്ദം, അവർ കണ്ണുകൊണ്ട് കാണുന്ന സൗന്ദര്യമുള്ള മനോഹരത്വമുള്ള കാഴ്ചകളെ വർണ്ണിക്കുന്ന ശബ്ദം, ചുറ്റുമെല്ലാം ഉണ്ട്. സന്തോഷത്തോടെ അനുഭവിക്കുവാൻ അവസരം കിട്ടിയാൽ നല്ലതെല്ലാമുണ്ട്. പക്ഷേ എനിക്ക് മാത്രം നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ഇരുളിലായിപ്പോയി. ഇരുട്ടൊരു ശാപമാണ് പ്രിയരെ. ആമേൻ. യേശുവിലൂടെ ആ ശാപം നീങ്ങുക. നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയാത്ത, നല്ലതൊന്നും കാണുവാൻ കഴിയാത്ത, നല്ല നാളുകളിലേക്ക് കാൽ വയ്ക്കുവാൻ കഴിയാത്ത അനുഭവത്തെ എൻ്റെ കർത്താവ് മാറ്റുവാൻ പോകുക. കാൽവരി ക്രൂശിൽ ശാപത്തെ തകർത്ത കർത്താവ് നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ശാപത്തിന് അറുതി വരുത്തുവാൻ പോകുക. ഇരുട്ടിലേക്ക് നിന്നെ തള്ളിയിടുന്ന ആ ശാപത്തിന് അറുതി വരുത്തുവാൻ പോകുക. നോക്കൂ, ഇരുട്ടിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. അവിടെ ശബ്ദങ്ങളില്ല, അവിടെ ഭാഷണമില്ല, അവിടെ ആഘോഷങ്ങളില്ല, അവിടെ സന്തോഷങ്ങളില്ല. വെളിച്ചത്തെല്ലാം ഉണ്ട്. സന്തോഷങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്, കാഴ്ചകളുടെ വർണ്ണിക്കലുകളുണ്ട്, പ്രാപിക്കലുകളുടെ സാക്ഷ്യപ്പെടുത്തലുകളുണ്ട്. ഇതെല്ലാം വെളിച്ചമുള്ള ലോകത്തിലുണ്ട്. അവരെപ്പോലെ ആകുവാൻ കൊതിയാണ്, ആഗ്രഹമാണ്. പക്ഷേ ഇരുട്ടത്ത് എന്താണ് സംഭവിക്കുന്നത്? ആമേൻ. നല്ലതൊന്നും ഉണ്ടാകുന്നില്ല പറയുവാൻ. അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇവർ ജനിച്ചപ്പോൾ മുതൽ ഇരുട്ടിലാണ്. അവർക്ക് അന്നു മുതൽ കിട്ടിയ തൊഴിൽ ഭിക്ഷാടനമാണ്. മറ്റുള്ളവരുടെ ദയയ്ക്കായി യാചിച്ച് നിൽക്കുന്ന അവസ്ഥ. അവിധത്തിൽ പഠിത്തമുണ്ട്, ജോലി ചെയ്യുവാനുള്ള കഴിവുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള അവസരമില്ല. സഹോദരി, നിന്നോടാ ഇപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ. പാസ്റ്ററേ, ശരിയാണ്, ഭർത്താവിൻ്റെ മുൻപിലാണെങ്കിലും പലപ്പോഴും അതൊരു കുറ്റബോധമായി. എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചു, ഞാൻ പഠിച്ചു, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു, പക്ഷേ അതിനൊത്തവണ്ണം എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഭാരപ്പെട്ട് നീ ആയിരിക്കുന്നുവോ? കേൾക്ക്, നിനക്ക് മുമ്പിൽ കർത്താവ് വഴി തുറക്കി ആ ഇരുട്ടിൻ്റെ അവസ്ഥ മാറുക. നല്ലതൊന്നും പറയുവാനില്ലാത്ത, നല്ല അനുഭവങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനില്ലാത്ത അവസ്ഥയ്ക്ക് എൻ്റെ യേശു അറുതി വരുത്തുവാൻ പോകുക. നല്ലത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. കൈനീട്ടി വാങ്ങുന്ന അവസ്ഥയിൽ നിന്ന് കൈനീട്ടി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സഹോദരി, കർത്താവ് നിനക്ക് വഴികളെ തുറക്കുക. രാജ്യങ്ങളുടെ വാതിലുകൾ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടുക. പലതവണ എഴുതി പരാജയപ്പെട്ട പരീക്ഷകളുടെ റിസൾട്ട് പോസിറ്റീവായി മാറുവാൻ പോകുക. ഓ ഷബാർ ഇദലമ ഷെഖന. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ചില ഇല്ലായ്മകളും അങ്ങനെ ഇരുട്ടിൽ നമ്മെ തളച്ചിടാറുണ്ട്. ആമേൻ. വിവാഹം കഴിഞ്ഞു, ആദ്യ നാളുകളിലൊക്കെ കുഴപ്പമില്ല, പിന്നെ ചോദ്യങ്ങളായി, അപ്പോഴൊന്നും കാര്യമാക്കിയില്ല. പുതിയ ആമേൻ സന്തോഷങ്ങൾ അനുഭവിക്കുന്ന തിരക്കിൽ. എന്നാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ഗൗരവത്തിൽ എടുക്കേണ്ടി വന്നു. വെറും ചോദ്യങ്ങളുടെ സ്ഥാനത്ത് ചോദ്യങ്ങൾ കഠിനപ്പെടുവാനും മുറിപ്പെടുത്തുവാനും തക്കവണ്ണം ചോദ്യങ്ങളിൽ മുള്ളുകൾ രൂപപ്പെട്ടു. മക്കളില്ലായ്മ, അതെ, തലമുറയില്ലാത്തതുകൊണ്ട് നിരാശയോടെ ഭാരത്തോടെ ഈ ശബ്ദം കേട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് ഞാൻ പ്രവചിച്ച് പറയട്ടെ, ആ ഇരുട്ടിനെ, ആ ശാപത്തെ എൻ്റെ ദൈവം നിങ്ങളിൽ നിന്ന് നീക്കിക്കളയുക. തലമുറയില്ലാതെ വിഷമിക്കുന്ന സഹോദരി, അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലത്തെ നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആ ഇരുട്ട്, ഇല്ലായ്മ മുഖാന്തരം കടന്നു വന്ന ഇരുട്ടിനെ യേശു മാറ്റുക. അപ്പോൾ ഇരുട്ട് ഒരു വശത്ത്, മറുവശത്ത് വെളിച്ചം, എല്ലാം കാണുവാനും കേൾക്കുവാനുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് നിലവിളി അതിനൊരു കുറവുമില്ല. ആമേൻ.
അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പാ, അമ്മ, വല്ലതും തരണേ എന്ന് പറഞ്ഞ് യാചകനായി അവർ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതുവരെ ആ നിലവിളിയുടെ ശബ്ദത്തെ അടിച്ചമർത്തുവാൻ ഈ ലോകത്തിന് കഴിയുമായിരുന്നു. മിണ്ടാതിരിക്കട ഭിക്ഷക്കാര എന്ന് പറഞ്ഞാൽ ഇവർ സൈലൻ്റായി മിണ്ടാതിരിക്കും. ആമേൻ. കാരണം ഈ പറയുന്നവരിലാണ് അവരുടെ നിലനിൽപ്പ്. ഈ പറയുന്നവരുടെ പോക്കറ്റിലെ നാണയത്തുട്ടുകളാണ് ഇവരുടെ നിലനിൽപ്പിന് കാരണം. എന്നാൽ അന്ന് ആദ്യമായി അവരുടെ നിലവിളി ഉയർന്നത് നാണയത്തുട്ടുകളുടെ ഉടമസ്ഥന്മാർക്ക് നേരെ അല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് നേരെയാണ്. ആമേൻ. ഇന്നലെ വരെ നിങ്ങൾ ലോകത്തെ നോക്കി കരഞ്ഞവരായിരിക്കാം. ഇന്നലെ വരെ നിങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ കരഞ്ഞവരായിരിക്കാം. ഇന്നലെ വരെ നിങ്ങളുടെ കണ്ണുനീരിന് അറുതി വരുത്തുവാൻ കഴിയും എന്ന് കരുതിയ പലരുടെയും മുൻപിൽ നിലവിളിച്ചവരായിരിക്കാം. എന്നാൽ ഇന്ന് എൻ്റെ യേശുവിനെ നോക്കി നിലവിളിക്കുവാൻ തുടങ്ങുക. ഇതുവരെ നിൻ്റെ നിലവിളിക്കുണ്ടാകാത്തൊരർത്ഥവും മാനവും എൻ്റെ യേശു നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ പോകുക. അവരുടെ കഴിഞ്ഞ നാളുകളിലെ നിലവിളി അവരുടെ വിശപ്പ് മാറ്റിയിരിക്കാം, അവരെ നിലനിൽക്കുവാൻ പ്രാപ്തരാക്കിയേക്കാം. എന്നാൽ അവരുടെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിനോടുള്ള നിലവിളി കാരണമായി മാറി. അതേ, എൻ്റെ യേശുവിനോട് നിലവിളിക്കുവാൻ തുടങ്ങുക. ഓ യെസ്, നിൻ്റെ ജീവിതം മാറുവാൻ പോകുക, നിൻ്റെ അനുഭവങ്ങൾ മാറുവാൻ പോകുക, നിൻ്റെ എക്സ്പീരിയൻസിനെ എൻ്റെ യേശു മാറ്റുവാൻ പോകുക. നിലവിളിക്കുവാൻ റെഡിയാണോ? എൻ്റെ യേശുവിനോട് നിലവിളിക്കുവാൻ റെഡിയാണോ? ആമേൻ. യേശുവിനോടുള്ള നിലവിളി ഉയർന്നപ്പോഴും കൂട്ടത്തിൻ്റെ ശബ്ദം ഉയരുകയാണ്. എടാ വാടച്ചു മിണ്ടാതെ കിടക്കും. പക്ഷേ അന്ന് ആദ്യമായി അവരുടെ നിലവിളിയുടെ ശബ്ദം കൂടി അവർക്കറിയാം. ആമേൻ. ലോകത്തിന് നേരെ അല്ല ഞാൻ നിലവിളിക്കുന്നത്, ഞാൻ എൻ്റെ യേശുവിന് നേരെയാണ്. യേശുവിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നത് വരെ ഞാൻ നിലവിളിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തിങ്കൽ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നുവോ, നിലവിളിക്കുന്നുവോ? ലോകത്തിലേക്ക് നോക്കരുതേ, ലോകം പറയുന്നത് കേൾക്കരുതേ. നിലവിളിക്ക്, പ്രാർത്ഥിക്ക്, മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. എൻ്റെ കർത്താവിന് ചിലത് നിന്നോട് സംസാരിക്കുവാനുണ്ട്. ലോകം മിണ്ടാതിരിക്കുവാൻ പറയുമ്പോൾ, ലോകം വായടയ്ക്കട എന്ന് പറയുമ്പോൾ, അവൻ യേശുവിന് പറയുവാനുള്ളത് എന്താണ്? നോക്കൂ, അവിടെ 20-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ കാണുവാൻ കഴിയും. യേശു നിന്ന് അവരെ വിളിച്ചു. ആമേൻ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു? യേശു നിന്നു. ആമേൻ. വായടയ്ക്കുവാൻ പറയുന്നവരിൽ ഒരാളല്ല യേശു. നിന്റെ നിലവിളിയുടെ ഒച്ച കേട്ട് നിന്നിൽ നകന്നു പോകുന്നവനല്ല യേശു. നിന്റെ അടുക്കൽ എൻ്റെ യേശു നിൽക്കും. നീ നിലവിളിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, എൻ്റെ കർത്താവിന് മുമ്പിൽ കരയുവാൻ തയ്യാറാകുമെങ്കിൽ, എൻ്റെ യേശു നിനക്ക് വേണ്ടി നിൽക്കും. എൻ്റെ യേശു ചോദിക്കും. അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകളല്ല യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ. അവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്താണ്? മിണ്ടാതിരിക്കട, വായടയ്ക്ക്. ആമേൻ. എന്നാൽ യേശുവിൽ നിന്ന് വന്ന വാക്കുകൾ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരയണം? എൻ്റെ കർത്താവിന് ഇന്നും അത് തന്നെ ചോദിക്കുവാനുണ്ട്. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നല്ലതൊന്നും കാണുവാൻ കഴിയാതെ, നല്ലൊരു തൊഴിൽ ഇനിയും നേടിയെടുക്കുവാൻ കഴിയാതെ, ഉള്ള തൊഴിൽ കൊണ്ട് നല്ലൊരു വീട് വയ്ക്കുവാൻ കഴിയാതെ, മക്കൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുവാൻ കഴിയാതെ, മക്കളുടെ ഭാവി സുരക്ഷിതമാക്കി മാറ്റുവാൻ കഴിയാതെ, നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് വേണ്ടി ചിലത് കരുതി വയ്ക്കുവാൻ കഴിയാതെ ഞെരുങ്ങി ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ സഹോദരി, കുടുംബത്തിനകത്ത് സന്തോഷമില്ല, സമാധാനമില്ല, നല്ലത് കാണുവാനില്ല, ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയുന്നില്ല, പങ്കാളിയുടെ സ്നേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല, ഒറ്റപ്പെടലാണ്, വല്ലാത്ത ശൂന്യതയാണ്, ഏകാന്തതയാണ്, നല്ലതൊന്നുമില്ല പാസ്റ്റർ എന്ന് പറയുന്ന അവസ്ഥയിൽ മക്കളെക്കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന മാതാവേ, പിതാവേ, അവർ ഈ പോക്ക് പോയാൽ എവിടെ പോയി നിൽക്കും? എൻ്റെ തലമുറകൾ എൻ്റെ കൺമുമ്പിൽ നശിച്ചു പോകുമല്ലോ, നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് നിലവിളിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന നിന്നോട് തന്നെ ആമേൻ. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ഇനി എന്തിനിങ്ങനെ ജീവിക്കുന്നു, ആത്മഹത്യയാണ് നല്ലതെന്ന് നിൻ്റെ ശരീരത്തെ നോക്കി, നിൻ്റെ ആരോഗ്യത്തെ നോക്കി സ്വയം ചിന്തിക്കുന്ന അനുഭവത്തിലായിരിക്കുന്ന സഹോദരി, നിന്നോട് തന്നെ നിൻ്റെ അവസ്ഥയെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആ യേശു ചോദിക്കുക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരയണം? ആമേൻ. ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട യേശുവേ, ഈ ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. നല്ലത് കാണുവാനും അനുഭവിക്കുവാനും തക്കവണ്ണം എൻ്റെ ജീവിതത്തിന് നീ ഒരു മാറ്റം തരയണമേ. നിലവിളി യേശുവിങ്കലേക്കാണെങ്കിൽ നിശ്ചയമായിട്ടും യേശു നിൽക്കും, നിന്റെ അവസ്ഥയെ മാറ്റും. അവിടെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നീ നിലവിളിക്കുന്ന സ്ഥാനത്ത്, നീ കണ്ണുനീരോടെ മരണം മാത്രം മതിയെന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് എൻ്റെ യേശു നിനക്ക് വേണ്ടി നിൽക്കും. ഓ ആമേൻ. അവൻ ചോദിക്കുക, നിനക്ക് എന്ത് വേണം? എൻ്റെ യേശു ചോദിക്കുക. പ്രിയരെ, ആ യേശുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ വിളിച്ചാൽ എൻ്റെ യേശു നിൽക്കും. ഈ ലോകത്തിൽ ആരും നിങ്ങളുടെ വിളി കേട്ടു വന്നില്ലെങ്കിലും എൻ്റെ യേശു നിങ്ങളെ അടുക്കൽ വരും. അവൻ നോക്കും. 20-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ അവരുടെ മറുപടി,
കർത്താവെ ഞങ്ങൾക്ക് കണ്ണ് തുറന്ന് കിട്ടണം എന്ന് പറഞ്ഞു. കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ അടയ്ക്കപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചത് മതി, ഞങ്ങൾക്ക് പുറത്തു വരണം, ഞങ്ങൾക്ക് സന്തോഷങ്ങൾ അനുഭവിക്കണം, ഞങ്ങൾക്ക് നല്ലത് കാണണം, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകണം, 4 പേരുടെ മുമ്പിൽ നല്ലത് പറയുവാൻ ഞങ്ങൾക്കും ഉണ്ടാകണം. ഇങ്ങനെ എന്നും ഞരങ്ങി ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ മുതൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് പോരെ യേശുവേ, ഞങ്ങളുടെ ജീവിതം മാറണം. അതേ പറയുവാൻ തയ്യാറാണോ? എൻ്റെ യേശു ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് വേണം? യേശുവിനോട് പറയുവാൻ തയ്യാറാണോ? യേശുവേ എൻ്റെ ജീവിതം മാറണം, യേശുവേ എൻ്റെ അനുഭവം മാറണം, എൻ്റെ എക്സ്പീരിയൻസ് മാറണം, എൻ്റെ മക്കളുടെ ജീവിതം മാറണം, എൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്കൊരു അർത്ഥമുണ്ടാകണം, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് കൊണ്ട് ഒരർത്ഥമുണ്ടാകണം, എനിക്ക് പ്രയോജനപ്പെടണം യേശുവേ, എനിക്ക് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടണം. ആമേൻ. പറയുവാൻ തയ്യാറാണോ? അവൻ യേശു പറയുക, നീ ഇച്ഛിക്കുന്നത് നിനക്ക് നടക്കട്ടെ. ഓ സ്തോത്രം. നീ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. നോക്കൂ, 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു. യേശുവിൻ്റെ മനസ്സലിഞ്ഞു. നീ കരഞ്ഞാൽ എൻ്റെ യേശുവിൻ്റെ മനസ്സലിയും. നീ കരഞ്ഞാൽ നിൻ്റെ ഭർത്താവ് നിന്ദിക്കും, നിൻ്റെ ഭർത്താവ് പരിഹസിക്കും, നിൻ്റെ ഭാര്യ കളിയാക്കും, നിൻ്റെ ബന്ധുക്കൾ അപമാനിക്കും, ദേശം നിൻ്റെ അവസ്ഥ നല്ലത് എന്ന് പറഞ്ഞ് ചിരിക്കും. കൂടെ ജോലി ചെയ്യുന്നവർ പറയും, ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ തന്നെ, ഇങ്ങനെ ഇരിക്കട്ടെ. കൂടെ പഠിക്കുന്ന പിള്ളേർ പറയും, ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്. എന്നാൽ കേൾക്ക്, നിൻ്റെ കണ്ണുനീർ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ മാതാവേ, പിതാവേ, മക്കൾ കണ്ടില്ലെങ്കിലും, ഭർത്താവ് കണ്ടില്ലെങ്കിലും, പ്രിയപ്പെട്ടവർ കണ്ടില്ലെങ്കിലും, എൻ്റെ ദൈവം നിൻ്റെ കണ്ണുനീർ കാണുന്നുണ്ട്. അവൻ്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്. നിൻ്റെ അവസ്ഥയിൽ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്. ഓ സ്തോത്രം. ഈ ലോകത്തിൻ്റെ പലരുടെയും മനസ്സലിയാതിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് നിൻ്റെ അവസ്ഥയിൽ അലിഞ്ഞിട്ടുണ്ട്. നിൻ്റെ അവസ്ഥ മാറുവാൻ പോകുക. സഹോദര, നിൻ്റെ അവസ്ഥയിൽ, സഹോദരി, നിൻ്റെ അവസ്ഥയിൽ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത, ആരോടും വിവരിക്കുവാൻ കഴിയാത്ത നിൻ്റെ അവസ്ഥയിൽ എൻ്റെ യേശുവിൻ്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്. നിൻ്റെ അവസ്ഥ മാറുവാൻ പോകുക. ഓ, പ്രാർത്ഥിച്ചു തുടങ്ങ് മക്കളെ. നിങ്ങളുടെ അവസ്ഥയിൽ എൻ്റെ യേശുവിൻ്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്. ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അവൻ എല്ലാവർക്കും കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും കളിയാക്കുവാനും പരിഹസിക്കുവാനും മാത്രമേ ഉള്ളൂ. കേൾക്ക്, നിൻ്റെ അവസ്ഥയിൽ എൻ്റെ യേശുവിൻ്റെ മനസ്സലിഞ്ഞിട്ടുണ്ട്. നിൻ്റെ ലൈഫ് മാറുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. യേശു അവരെ തൊട്ടു. യേശു അവരെ തൊട്ടു. തൊട്ടപ്പോൾ അവൻ അടഞ്ഞിരുന്ന കണ്ണ് തുറന്നു. യേശു ഇപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളെ തൊടുകയാണ്. അടഞ്ഞിരിക്കുന്ന പലതും തുറന്നു വരുവാൻ. യേശുവിൻ നാമത്തിൽ. അടഞ്ഞു പോയത്, എന്നേക്കുമായി അടഞ്ഞു പോയത്, ഇതുവരെ തുറന്ന് കണ്ടിട്ടില്ലാത്തത് ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരിക. ആമേൻ. തൊഴിൽ മേഖലയിലുള്ള പുതിയ വഴികൾ തുറന്നു വരിക. കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പുതിയ വഴികൾ തുറന്നു വരിക. നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ തുടർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം വഴികൾ തുറന്നു വരിക. ആത്മീയ ജീവിതത്തിൽ വഴികൾ തുറന്നു വരിക. ശുശ്രൂഷക, പുതിയ വഴികൾ തുറന്നു വരിക. നിന്റെ മിനിസ്ട്രിക്കായി പുതിയ വഴികൾ തുറന്നു വരിക. മക്കളെ, രാജ്യങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വരിക. നിങ്ങളുടെ ഭാവിക്കായി പുതിയ വഴികൾ തുറന്നു വരിക. ഇന്നത്തെ കരച്ചിലിനും കണ്ണുനീരിനും നിരാശയ്ക്കും മറന്നു വരുവാൻ തക്കവണ്ണം പുതിയ വാതിലുകൾ, ഇതുവരെ തുറന്നിട്ടിട്ടില്ലാത്ത, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ തുറന്നു കിട്ടിയിട്ടില്ലാത്ത വാതിലുകൾ, അവസരങ്ങളുടെ വാതിലുകൾ, നിങ്ങളുടെ ലൈഫ് മാറുന്ന വാതിലുകൾ തുറന്നു വരിക. ഓ യേശുവിൻ നാമത്തിൽ. യേശു തൊട്ടപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ആമേൻ. ചിലത് തുറക്കുമ്പോൾ കാഴ്ച മാറും, കാഴ്ചപ്പാട് മാറും. അതുവരെ ഇരുട്ടായിരുന്നിടത്തെല്ലാം വെളിച്ചം. ഓ യെസ്, ആമേൻ. സന്തോഷത്തിൻ്റെ അനുഭവം, പറയുവാനുള്ള അവസരം, കേൾക്കുവാനുള്ള അവസരം, വെളിച്ചത്തിലേക്കൊരു എൻട്രി. ആമേൻ. ഇനിയുമായി ഇരുട്ട് പിടിച്ച അനുഭവത്തിൽ, ഇരുട്ട് നിറഞ്ഞ മാറാല പിടിച്ച അനുഭവത്തിൽ നീ ആയിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വെളിച്ചത്തിലേക്ക് എൻ്റെ കർത്താവ് നിനക്ക് വഴി തുറന്നു തരിക. ഈ ലോകത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, അർത്ഥാൽ ഈ ലോകത്തിൻ്റെ സന്തോഷത്തിലേക്ക്. പലരോടും അസൂയ തോന്നിയിട്ടില്ലേ? അവർ മാത്രം സന്തോഷിക്കുന്നു, അവരുടെ ജീവിതത്തിൽ മാത്രം സന്തോഷമുണ്ട്, എൻ്റെ ജീവിതത്തിലില്ല. കേൾക്ക്, നിന്നെയും ആ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിലവിളിച്ചു തുടങ്ങി, യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ഈ ഇരുട്ട് നിറഞ്ഞ അനുഭവം, നല്ലതൊന്നും പറയുവാനും കാണുവാനും അനുഭവിക്കുവാനും ഇല്ലാത്ത ഈ അവസരത്തിന് എൻ്റെ യേശുവേ, എന്നിലൊരു അറുതി വരുത്തണമേ. ഇനിയും കരയുവാൻ, ഇനിയും നിലവിളിക്കുവാൻ, ഇനിയും നിരാശയോടെ ആയിരിക്കുവാൻ എന്നെ നീ അനുവദിക്കരുത്. പ്രാർത്ഥിച്ചു തുടങ്ങ്. കർത്താവ് നിന്റെ അടുക്കൽ നിൽക്കും, നിന്നെ തൊടും. നിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. റെഡിയാണോ? അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ. ആമേൻ. നിലവിളിച്ച് അവർ പിന്നാലെ ഓടിയതുപോലെ. എളുപ്പമല്ല. ചുറ്റും നിൽക്കുന്നവർ പറയും, മിണ്ടരുത്, ഗുരുവിന് ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ ഓടണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യം. ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുവാനും പ്രാപിക്കുവാനും പ്രാർത്ഥനയും ഉപവാസവും ആവശ്യം. പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങളിത് മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിച്ച് ആ ദൈവിക വിടുതൽ നിങ്ങളെ
പ്രാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരം ഉണ്ട്. തീർന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അതുപോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നത് ഒരു കുടുംബം ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ മുൻപോട്ട് വന്നതുകൊണ്ടാണ്. നിങ്ങൾക്കും അങ്ങനെ മുൻപോട്ട് വരുവാനുള്ള അവസരമുണ്ട്. അനേകർക്ക് അനുഗ്രഹമായി ഈ മെസ്സേജിനെ അനേകരിലേക്ക് എത്തിക്കുവാൻ, കർത്താവിൻ്റെ വയൽ പ്രദേശത്തിൽ ഫലം കായ്ക്കുന്നവരായി മാറുവാൻ, കൊയ്ത്തിനായി ഒരുങ്ങുവാൻ എങ്ങനെ അതിന് കഴിയും? ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാനായിട്ട് കഴിയും. തുടർമാനമായി ദൈവവചനത്തിനൊപ്പമായിരിക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്തും വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്തും ശനിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളിലും ലൈവായി നിങ്ങൾക്ക് പങ്കുചേരുവാനായിട്ട് കഴിയും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും നേരിട്ടും നിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻ്ററിൽ വെച്ച് ശ്രദ്ധിക്കുമല്ലോ. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. നേരിട്ട് കടന്നു വരുവാൻ കഴിയാത്തവർക്കായി ലൈവ് സ്ട്രീമുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാൻ കഴിയുന്നതാണ്. കമൻറ്റ് ചെയ്യുന്ന പക്ഷം സഭ നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന, വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കുറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് നമ്മുടെ 2ാമത്തെ സെക്ഷനിൽ ഒരു മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം, ഏറിയ പങ്ക് പ്രതിഫലം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് കടന്നു വരിക. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വാഗ്ദത്ത വചനപ്രകാരം ഇവരുടെ ജീവിതം, ഇന്ന് നിലവിളിക്കുന്ന ഇവരുടെ അവസ്ഥ വെളിച്ചമുള്ള തെളിച്ചമുള്ള അനുഭവമായി മാറട്ടെ. ഇന്ന് വരെ ഇവർ കൺതുറന്ന് കണ്ടിട്ടില്ലാത്ത നന്മയുടെ നല്ലതിൻ്റെ അനുഭവങ്ങൾ ഇവർ കാണട്ടെ. ഇവരുടെ ശൂന്യമായ കരങ്ങൾ നിറയട്ടെ കർത്താവേ. സന്തോഷം കൊണ്ട് കണ്ണ് നിറയുവാൻ തക്കവണ്ണം ഇവരുടെ കരങ്ങളിൽ ധാരാളമായി നൽകി മാനിക്കണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ. ജോലി സംബന്ധമായി ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ, ഇല്ലായ്മകൾ മാറട്ടെ. ഇവർക്ക് മുമ്പിൽ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ സ്വർഗമങ്ങ് ഒരുക്കി നൽകി മാനിക്കണമേ. വഴികളെ, വാതിലുകളെ സ്വർഗം ഇവർക്ക് മുമ്പിൽ തുറക്കണമേ കർത്താവേ. യേശുവേ, ഇവർ ചെയ്യുന്നതൊക്കെയും അങ്ങയുടെ നാമത്തിൽ സാധ്യമായി തീരട്ടെ കർത്താവേ. യേശോപ്പ, വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ, നല്ല ജോലിക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ, സ്വർഗം നല്ല ജോലികളെ നൽകി മാനിക്കണമേ. PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. യേശുവേ, പല സ്ഥാപനങ്ങളിലും ജോലിക്കായി കയറി ഇറങ്ങി നടക്കുന്നവർ, യേശുവേ, നല്ല ജോലി നൽകി മാനിക്കണമേ കർത്താവേ. വിസിറ്റിംഗ് വിസയിൽ കടന്നുപോയവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വഴി തുറക്കണമേ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവരെ സ്വർഗമങ്ങ് അനുഗ്രഹിക്കണമേ. ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവർ, വാഹനങ്ങൾ ഓടുന്നവർ, സ്വർഗമങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാ തൊഴിൽ മേഖലകളെയും സ്വർഗമങ്ങ് മാനിക്കണമേ കർത്താവേ. ബാധ്യതകളിൽപ്പെട്ടായിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരണമേ. വഴി തുറക്കണമേ കർത്താവേ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇവർക്ക് വേണ്ടത് ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് ഇവർക്ക് നൽകി അങ്ങ് മാനിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ, ഭർത്താവ് സ്നേഹത്തിൽ, ഐക്യതയിൽ ചേർന്ന് വരട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. മടങ്ങി വരത്തില്ല എന്ന് പറയുന്ന ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ. ഭാര്യമാർ മടങ്ങി വരട്ടെ. മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. പരീക്ഷകളിൽ നിന്ന് മക്കൾക്ക് നല്ല റിസൾട്ട് നൽകി മാനിക്കണമേ. നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ട നന്മകൾ മാതാപിതാക്കളുടെ കരങ്ങളിൽ നൽകി മാനിക്കണമേ. യേശുവേ, ഉപരിപഠന സാഹചര്യത്തിനായി രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. മദ്യപാനികൾ മാനസാന്തരപ്പെടട്ടെ. ലഹരികൾ ഉപയോഗിക്കുന്നവർ ഈ ദിവസങ്ങളിൽ തിരുന്തി വരട്ടെ. സ്വർഗം കൂടിയിരിക്കണമേ കർത്താവേ. അസമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന എല്ലാ സംശയ രോഗങ്ങളും കുടുംബങ്ങൾക്ക് അത് മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ രോഗങ്ങളും ഇപ്പോൾ മാറിപ്പോകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. അസ്ഥിമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. മാംസത്തിന്മേലും രക്തത്തിന്മേലും വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിപ്രഷനുകളിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായിരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.